വേട്ടയാടൽ നടക്കുന്നുവെന്നാണ് CPM-ന്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം എന്ന് വേണം മനസ്സിലാക്കാൻ. വേട്ടയാടൽ, പിണറായി വിജയനെ വേട്ടയാടുന്നു, ഒപ്പം പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കണ്ണൂരിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഓൺലൈനായി PB അംഗങ്ങളടക്കം യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ പുതിയ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ. ഏതായാലും പ്രതിഷേധ പ്രകടനം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ CPM-ന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ഒരു റെയ്ഡ്, അപ്രതീക്ഷിതമായിരുന്നു ഈ റെയ്ഡ് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇന്നലെ കേസ് കോടതി തള്ളിയപ്പോൾ തന്നെ ഇത്തരം ചില സൂചനകൾ, ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകൾ CPM കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടോപ്പ് ഓപ്പോസിഷൻ ലീഡർ പിണറായി വിജയൻ ടാർഗറ്റഡ് അറ്റാക്ക് ഓൺ പിണറായി വിജയൻ ബൈ BJP ഗവൺമെൻറ് എന്നാണ് CPM-ന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. ഇനിയിപ്പോൾ കേന്ദ്ര നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കണം. രാജ്യതലത്തിൽ തന്നെ വലിയ ഒരു ചർച്ചയായി ഈ വിഷയം മാറിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയാണ്, 10 വർഷം കേരളം ഭരിച്ച CPM-ന്റെ പ്രമുഖ നേതാവാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായി തന്നെ പിണറായിയെ തിരഞ്ഞെടുത്തപ്പോൾ വലിയ വിമർശനം പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനം തുടരാൻ പാർട്ടി പിണറായി വിജയനെ അനുവദിക്കുകയായിരുന്നു. അദ്ദേഹം വാടക വീടെടുത്ത് തിരുവനന്തപുരത്ത് തന്നെ താമസം തുടർന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് ED എത്തുന്നത്. അതിശക്തമായ റെയ്ഡുകൾ 12 സ്ഥലങ്ങളിൽ, CMRL എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട 12 സ്ഥലങ്ങളിൽ അതിശക്തമായ നടപടികൾ ഇപ്പോൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയിലെ വീട്ടിൽ കയറി ED റെയ്ഡ് നടത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ റെയ്ഡ് നടപടികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയിലെ വീടിന് മുന്നിൽ നിരവധി പ്രവർത്തകർ തഴിച്ചുകൂടിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളികളടക്കം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വൈകാരികമായ പ്രതികരണം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. CPM-ന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിശദാംശങ്ങളാണ് VV അരുണും ഡാനി പോളും ഒപ്പം ഡാൻ കുര്യനും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രവർത്തകരടക്കം വീടിന് മുന്നിൽ തടിച്ചുകൂടുന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. CPM-ന്റെ പ്രവർത്തകർ അവിടെ കണ്ണൂരിലെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളടക്കം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. വൈകാരികമായി പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന അതിശക്തനായ നേതാവിൻ്റെ വീടുകളിൽ റെയ്ഡ് നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ MA ബേബി CPM ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു. ശബ്ദ സംപ്രേഷണത്തിലേക്ക്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFIU അന്വേഷണം നടത്തുന്ന സ്ഥിതിയും ഇതുമായി ED റെയ്ഡിനുള്ള ഇപ്പോഴത്തെ ന്യായീകരണം കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ CMRL-ഉം മറ്റും നൽകിയ ഹർജി അത് തള്ളിക്കൊണ്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഒരു ആയുധമാണ്. അവർക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFIU അന്വേഷണം നടത്തുന്ന സ്ഥിതിയും
എല്ലാം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു പോരുകയായിരുന്നു. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റു കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ വേണ്ടത്ര ഓർമ്മിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ളതുമായൊരു കാര്യമുണ്ട്. CMRന്റെ അവിടെ അവരിൽ നിന്നും കിട്ടിയ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും സേവനം വീണ വിജയൻ CMRന് നൽകിയതുപോലുള്ള എന്തെങ്കിലും സേവനം നൽകാതെ വൻ തുകകൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ പലരും കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൈപ്പറ്റിയ കൂട്ടത്തിൽപ്പെടുന്ന 2 പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിലെ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരാണ്. 2 പേരെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടത്. അത് കൂടുതലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായി അന്വേഷിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ അതാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ നീക്കത്തിലൂടെ CPIMനെയോ പിണറായി വിജയനെയോ ബുദ്ധിമുട്ടിക്കാം, ഭയപ്പെടുത്താം എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് CPIMനെയോ പിണറായി വിജയനെയോ അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീകരമായ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ MLA ആണ്, ചെറുപ്പക്കാരനായ MLA ആണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല ദുരാരോപണങ്ങളും വിദേശ ചാരന്മാരാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIMനെ വേട്ടയാടാൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.